രണ്ടാഴ്ച കഴിഞ്ഞു. തറവാട്ടിൽ ഇപ്പോൾ സമാധാനമാണ്. ആദിത്യ ഇപ്പോഴും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ്റെ ഓരോ നോട്ടത്തിലും ഓരോ പ്രവൃത്തിയിലും സ്നേഹം നിറഞ്ഞിരുന്നു. രാവിലെ പോകുമ്പോൾ വൈകിട്ട് നേരത്തെ വരാം എന്ന് പറയും. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നീ കൂടി ഇരിക്കെ എന്ന് നിർബന്ധിക്കും. മാളവികയുടെ മുടിയിൽ ഒരു മുല്ലപ്പൂ കൂടുതൽ കണ്ട അവൻ്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങും. മാളവിക സ്വർഗത്തിലായിരുന്നു. അവളുടെ കലിപ്പൻ ഇപ്പോൾ അവളുടെ സാറല്ല, ആദ്യേട്ടനായിരുന്നു മനസ്സിൽ. പക്ഷെ പുറത്ത് വിളിക്കാൻ ധൈര്യം വന്നിട്ടില്ല. അന്ന് ഉച്ച തിരിഞ്ഞ് തറവാട്ടിലേക്ക് ഒരു വലിയ കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയത് ഒരു സുന്ദരി. മോഡേൺ ഡ്രസ്സ്, മുടി സ്ട്രെയിറ്റൻ ചെയ്ത് വിടർത്തിയിട്ടിരിക്കുന്നു, കണ്ണിൽ കൂളിംഗ് ഗ്ലാസ്. റിയ, ആദിത്യയുടെ കോളേജ് കാലത്തെ കാമുകി. 3 വർഷം മുന്നേ അവനെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയവൾ. റിയയുടെ കണ്ണുകൾ തറവാട് മുഴുവൻ പരതി. ഉത്സവത്തിൻ്റെ അന്ന് നടന്ന കാര്യങ്ങൾ അവൾ അറിഞ്ഞിരുന്നു. ആദിത്യവർമ്മ ഒരാശാരിയുടെ മോളെ ഭാര്യയാക്കി. ഇമ്പോസിബിൾ. മാളവിക മുറ്റം അടിക്കുകയായിരുന്നു. റിയയെ കണ്ടപ്പോൾ അവൾ നിന്നു. നീ തന്നെയല്ലേ മാളവിക? റിയ ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ സ്നേഹമില്ല. ഞാൻ റിയ, ആദിയുടെ പഴയ ഫ്രണ്ട്. മാളവികയുടെ നെഞ്ചിടിച്ചു. പഴയ ഫ്രണ്ട്? ആദിയുടെ ആ വാക്കുകൾ. അകത്തേക്ക് വാ, മാളവിക വിനയത്തോടെ പറഞ്ഞു. ഹാളിൽ വന്നിരുന്ന് റിയ ചുറ്റും നോക്കി. ഓ, ഒന്നും മാറിയിട്ടില്ല. ആദി ഇപ്പോഴും പഴയ ആദി തന്നെ, പിടിവാശിക്കാരൻ. ചായ എടുക്കട്ടെ? മാളവിക ചോദിച്ചു. വേണ്ട, റിയ കൈ ഉയർത്തി. ഞാൻ നിന്നോട് കുറച്ച് സംസാരിക്കാനാണ് വന്നത്. മാളവികയുടെ മുഖം വിളറി. എന്താ? എന്ത് സംസാരിക്കാൻ? റിയ കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റി. നോക്ക് മാളവിക, ഞാൻ നേരെ കാര്യം പറയാം. ആദിയെ എനിക്ക് നന്നായി അറിയാം. 5 വർഷം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. അവൻ എന്താണ്, എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. മാളവിക ഒന്നും മിണ്ടിയില്ല. അവളുടെ കൈകൾ വിറച്ചു. ആദി ആരെയും സ്നേഹിക്കില്ല മാളവിക, റിയ തുടർന്നു. അവൻ സ്നേഹിക്കുന്നത് അവനെ തന്നെയാണ്, അവൻ്റെ ഈഗോയെ, അവൻ്റെ അഭിമാനത്തെ. ഉത്സവത്തിന് അവൻ നിന്നെ ഭാര്യ എന്ന് വിളിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ദിവ്യയോടും അവളുടെ അമ്മയോടുമുള്ള ദേഷ്യം കൊണ്ടാണ്. അവൻ്റെ തറവാട്ടിൽ വെച്ച് അവൻ്റെ ഭാര്യയെ അപമാനിച്ചത് അവന് സഹിച്ചില്ല, അത്രേ ഉള്ളൂ. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് നുണയാണ്. നുണയോ? റിയ പൊട്ടിച്ചിരിച്ചു. പാവം, നീ ഇപ്പോഴും സ്വപ്നലോകത്താണ്. നീ കരുതുന്നുണ്ടോ ആദിത്യവർമ്മ നിന്നെപ്പോലൊരു പെണ്ണിനെ സ്നേഹിക്കുമെന്ന്? നിനക്കെന്തുണ്ട്? വിദ്യാഭ്യാസം, സ്റ്റാറ്റസ്, കൾച്ചർ? ഒന്നുമില്ല. അവൻ നിന്നെ കെട്ടിയത് കടം വീട്ടാൻ. ഇപ്പോൾ സംരക്ഷിക്കുന്നത് പാവം തോന്നിയിട്ട്, ഒരു തെരുവ് പൂച്ചയെടുത്ത് വളർത്തുന്നത് പോലെ. ഓരോ വാക്കും വിഷം പോലെ മാളവികയുടെ കാതിൽ വീണു. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു മാളവിക. റിയ എഴുന്നേറ്റു. ആദിക്ക് ചേർന്ന പെണ്ണ് ഞാനാണ്. അവനത് മനസ്സിലാക്കും. നീ സ്വയം മാറിക്കൊടുക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീ വീണ്ടും അപമാനിതയാകും. വീണ്ടും. റിയ ഇറങ്ങിപ്പോയി. മാളവിക തറയിൽ തളർന്നിരുന്നു. റിയ പറഞ്ഞത് മുഴുവൻ നുണയല്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ആദ്യേട്ടനൊരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് ദേഷ്യം വന്നപ്പോഴാണ്. മാല വാങ്ങിത്തന്നത് വല്യമ്മച്ചിക്ക് എന്ന് പറഞ്ഞാണ്. ഞാൻ ആരാ അദ്ദേഹത്തിന്? ഒരു പാവം എന്ന തോന്നൽ, ഒരു ബാധ്യത, അത്രയുള്ളൂ. അവളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കഴുത്തിലെ വെള്ളിമാല അവൾ വലിച്ചൂരി. ഇതിന് എനിക്ക് അർഹതയില്ല. വൈകുന്നേരം ആദിത്യ വന്നു. മാളു, അവൻ വിളിച്ചു. എവിടെയാ നീ? മാളവിക മുറിയിൽ നിന്നിറങ്ങി വന്നു. മുഖം വാടിയിരിക്കുന്നു. കണ്ണുകൾ കരഞ്ഞു കലങ്ങി. കഴുത്തിൽ മാലയില്ല. ആദിത്യയുടെ പുരികം ചുളിഞ്ഞു. എന്താ? എന്തു പറ്റി? കരഞ്ഞോ? ഒന്നുമില്ല സർ. അവൾ തല താഴ്ത്തി. വീണ്ടും സർ. ആദിത്യയുടെ മുഖം കടുത്തു. സർ? അവൾ പിന്നെ വിളിക്കാത്ത വാക്ക്. എന്താ ഉണ്ടായത് എന്നവൻ ദേഷ്യത്തിൽ ചോദിച്ചു. റിയ വന്നിരുന്നു, അവൾ പതിയെ പറഞ്ഞു. ആദിത്യയുടെ കണ്ണുകൾ ചുരുങ്ങി. റിയ, അവളെന്തിനാ വന്നത്? മാളവിക ഒന്നും മിണ്ടിയില്ല. അവൾ തിരിഞ്ഞു നടന്നു. ആദിത്യ അവളുടെ കൈ പിടിച്ചു നിർത്തി. നിൽക്ക്, അവൾ എന്താ നിന്നോട് പറഞ്ഞത്?
മാളവികയുടെ കണ്ണുനീർ വീണ്ടും വന്നു. അവൾ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. പാവം തോന്നിയിട്ടാണ് കൂടെ നിർത്തിയിരിക്കുന്നതെന്ന്. ഞാൻ നിങ്ങൾക്ക് ചേർന്നവളല്ലെന്ന്. ആദിത്യയുടെ മുഷ്ടികൾ മുറുകി. അവൾ അങ്ങനെ പറഞ്ഞോ? സർ, അവൾ പറഞ്ഞത് ശരിയല്ലേ? മാളവിക കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് ഇഷ്ടമാണെന്ന്. നിങ്ങൾ ദേഷ്യം വന്നപ്പോൾ മാത്രമല്ലേ ഭാര്യ എന്ന് വിളിച്ചത്. ഞാനൊരു ഭാരമാണ് നിങ്ങൾക്ക്, അല്ലേ? ആദിത്യ സ്തബ്ധനായി നിന്നു. അവൾക്ക് സംശയം, അവൾക്ക് വേദന, താൻ വാക്കാൽ പറയാത്തതിൻ്റെ വേദന. അവൻ അവളുടെ തോളിൽ പിടിച്ചു. മാളു, നീ എന്തൊക്കെയാ പറയുന്നേ? റിയയുടെ വാക്ക് കേട്ട് നീ എന്നെ സംശയിക്കുകയാണോ? പിന്നെ ഞാൻ എന്ത് വിശ്വസിക്കണം സർ? അവൾ തേങ്ങി. നിങ്ങൾ ഒരിക്കലും അവൾക്കത് പറഞ്ഞു മുഴുവിക്കാൻ കഴിഞ്ഞില്ല. ആദിത്യയുടെ നെഞ്ചു പിടഞ്ഞു. തൻ്റെ ഈഗോ, തൻ്റെ പിടിവാശി. ഐ ലവ് യു എന്ന് പറയാൻ തോന്നിയിട്ടും പറയാതിരുന്നത്, അതിൻ്റെ ശിക്ഷയാണിത്. അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ നെറ്റിയിൽ തൻ്റെ നെറ്റി മുട്ടിച്ചു. മണ്ടി. അവൻ്റെ ശബ്ദം ഇടറി. നീ എൻ്റെ ഭാരമല്ല, നീ എൻ്റെ ശ്വാസമാണ്. മനസ്സിലായോ? മാളവിക ഞെട്ടി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ ദേഷ്യമില്ല, സ്നേഹം മാത്രം. ഭയം കലർന്ന സ്നേഹം. അവളെ നഷ്ടപ്പെടുമോ എന്ന ഭയം. ഞാനൊരു മണ്ടനാണ് മാളു, അവൻ പറഞ്ഞു. റിയ പറഞ്ഞത് മുഴുവൻ നുണയാണ്. ഞാൻ നിന്നെ കെട്ടിയത് കടം വീട്ടാനായിരിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നത് കടം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. നിന്നെ ഓർക്കാതെ എനിക്കൊരു ദിവസം പോലും തള്ളി നീക്കാൻ കഴിയില്ല. അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാളു, എൻ്റെ പൂച്ചക്കണ്ണി, എൻ്റെ ജീവൻ, എൻ്റെ എല്ലാം നീയാണ് കേട്ടോ. മാളവികയുടെ ലോകം നിന്നുപോയി. അവൻ പറഞ്ഞു, ഒടുവിൽ പറഞ്ഞു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സർ, അല്ല. ആദിയേട്ടാ, സത്യമാണോ? സത്യം. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. നീയില്ലാതെ എനിക്ക് പറ്റില്ല. റിയയോ ദിവ്യയോ ലോകം മുഴുവൻ വന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ മാത്രം മതി. നീയാണ് എൻ്റെ അഭിമാനം, എൻ്റെ സ്നേഹം, എൻ്റെ എല്ലാം. മാളവിക പൊട്ടിക്കരഞ്ഞു. ഇത്തവണ സങ്കടം കൊണ്ടല്ല, ആനന്ദം കൊണ്ട്. അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഞാനും സ്നേഹിക്കുന്നു ആദിയേട്ടാ, എൻ്റെ കലിപ്പനെ ഒരുപാട്. ആദിത്യ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കലിപ്പൻ ആദിത്യവർമ്മ കരയുകയാണ് സന്തോഷം കൊണ്ട്. പുറത്ത് റിയ കാറിലിരുന്നത് കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു. ഇത് അവസാനിച്ചിട്ടില്ല ആദി, ഞാൻ തിരിച്ചു വരും. പക്ഷെ അകത്ത് തറവാടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ 2 ഹൃദയങ്ങൾ ഒന്നായിരുന്നു. സംശയത്തിൻ്റെ നിഴൽ മാറി. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. രാത്രി കുളി കഴിഞ്ഞവൾ ഗസ്റ്റ് റൂമിൽ കമഴ്ന്ന് കിടക്കുന്നു. റൂമിലേക്ക് പോകാൻ എന്തോ ഒരു ചമ്മൽ. അപ്പോഴാണ് അവന് രാത്രി കൊടുക്കാറുള്ള പാൽ കൊടുത്തില്ലല്ലോ എന്നവൾ ഓർത്തത്. പെട്ടെന്ന് അവൾ ചാടി എണീറ്റ് കിച്ചണിലേക്ക് ഓടി. അവനായി പാൽ തിളപ്പിച്ച് ഗ്ലാസ്സിൽ പകർന്നുകൊണ്ട് അവൾ അവൻ്റെ റൂമിലേക്ക് നടന്നു. പാൽ വാതിലിൽ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു, അവിടെ വച്ചേക്കുമാളൂ. അവൾ വച്ചു. അവളുടെ മുഖം വേർത്തു. ഒന്ന് നോക്കിയതുപോലുമില്ല. അവൾ വെട്ടിത്തിരിഞ്ഞു. പെട്ടെന്ന് 2 ബലിഷ്ഠമായ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൾ ഞെട്ടിപ്പോയി. അവൻ അവളെ പൊക്കിയെടുത്തു. എവിടെ പോവാ എൻ്റെ പൂച്ചക്കണ്ണി? അവൻ്റെ സ്വരത്തിലെ ആ മാറ്റം അവളെ അടിമുടി വിറപ്പിച്ചു കളഞ്ഞു. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്? പിന്നെയും എവിടേക്കാ നീ ഓടി ഒളിക്കാൻ പോകുന്നത്? അവളുടെ ശരീരത്തിൻ്റെ ഗന്ധം അവനെ തളർത്തി തുടങ്ങി. അറിയാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതിൽ പതിഞ്ഞു. കരുതലിനും പ്രണയത്തിനുമപ്പുറം മറ്റൊരു ഭാവം അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു. അവൾ അവനെ പിടപ്പോടെ നോക്കി. ആ പൂച്ചക്കണ്ണുകൾ പിടയ്ക്കുന്നു. അവനതിൽ ഉമ്മ വയ്ക്കാൻ തോന്നിപ്പോയി. അറിയാതെ അവൻ്റെ മുഖം കുനിഞ്ഞു. അവളുടെ പൂച്ചക്കണ്ണുകളിൽ അവൻ്റെ ആദ്യ പ്രണയ ചുംബനം. അവളുടെ ഹൃദയം തുടിച്ചുപോയി. അവളുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ ഹൃദയതാളം ഉയർന്നു കേട്ടു. അവൻ്റെ ചുണ്ടുകൾ മെല്ലെ അകന്നു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിനെ വിരലിനാൽ തഴുകി. അവളൊന്നുയർന്നുപോയി. അവളുടെ ആ പ്രവൃത്തി അവനെ മറ്റൊരാളാക്കി മാറ്റി. മാളു, ഞാൻ നിന്നെ പ്രണയിക്കാൻ പോവാ. ഈ ആദിത്യവർമ്മയുടെ പ്രണയം സ്വീകരിക്കാൻ നീ തയ്യാറാണോ? അവൻ്റെ പരുക്കൻ ശബ്ദത്തിനും അപ്പുറം വികാരം തുളുമ്പി നിൽക്കുന്ന സ്വരം. അവൾ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു നിന്നു.
ഞാനെന്നും ഈ കലിപ്പനും മാത്രം സ്വന്തം അവളുടെ മനസ്സ് മന്ത്രിച്ചു. അതറിഞ്ഞപ്പോൾ അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. ബെഡിനരികെ നിന്നവൻ അവളുടെ കണ്ണുകളിൽ നോക്കി. ആ പൂച്ച കണ്ണുകളിലെ തിളക്കം, അത് മാത്രം മതിയായിരുന്നു അവന്. ഞാൻ മറ്റാരുടെയുമല്ല, നിന്റേതാണ്, നിന്റേത് മാത്രം. ഉറപ്പുപോലെ പറഞ്ഞുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തിയവൻ. അവളുടെ സൈഡിൽ കിടന്നവൻ അവളുടെ തലയെടുത്ത് തൻ്റെ കയ്യിലേക്ക് വച്ചു. ആ പിടയ്ക്കുന്ന പൂച്ച കണ്ണുകളിൽ നോക്കി. അവളുടെ ചെറിയ വിറകൊള്ളുന്ന ചുണ്ടുകൾ അവൻ ഒരു നിമിഷം സ്വയം മറന്നു. അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. അവൾ വിറച്ചുപോയി. കലിപ്പൻ്റെ ആദ്യ ചുംബനം, അതും തൻ്റെ ചുണ്ടിൽ. അവൻ മെല്ലെ നുണഞ്ഞു തുടങ്ങുമ്പോൾ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവിടുന്നങ്ങോട്ട് അവൻ്റെ പ്രണയത്തിൽ അവൾ വിറപോണ്ട് കിതച്ചു. അവൻ്റെ പ്രണയം അവളെ തളർത്തി തുടങ്ങി. അവൻ്റെ പ്രണയത്തിന് അവസാനമില്ല എന്നവൾ തിരിച്ചറിഞ്ഞു. ആ രാവ് പുലരുവോളം അവൻ അവളെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ തറവാട് മുഴുവൻ ഒരു പുതിയ സന്തോഷം. ആദിത്യയുടെ മുഖത്ത് പഴയ ഗൗരവമില്ല, ചുണ്ടിൽ ഒരു ചെറിയ ചിരി. മാളവികയുടെ മുഖത്ത് നാണം, കണ്ണുകളിൽ പ്രണയം. വല്യമ്മച്ചി ഇതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞു ചിരിച്ചു. എൻ്റെ മനസ്സ് നിറഞ്ഞു മക്കളെ, എൻ്റെ ആദിയും മാളുവും. കഴിക്കാനിരുന്നപ്പോൾ ആദിത്യ പറഞ്ഞു, വല്യമ്മച്ചി ഇന്ന് അമ്പലത്തിൽ പോകുന്നു, ഞങ്ങൾ രണ്ടാളും കൂടി. മാളവിക ഞെട്ടി. ഞങ്ങൾ രണ്ടാളും കൂടിയോ? ആ, അവൻ അവളെ നോക്കി, കണ്ണിൽ കുസൃതി. എൻ്റെ ഭാര്യയെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. ആർക്കെങ്കിലും എന്തേലും പ്രശ്നമുണ്ടോ? വല്യമ്മച്ചി ചിരിച്ചു. എനിക്കൊരു പ്രശ്നവുമില്ല മോനെ, പോയിട്ട് വാ, ദൈവാനുഗ്രഹം വാങ്ങിയിട്ട് വാ. മാളവികയുടെ മുഖം ചുവന്നു. ആദ്യമായി അവർ ഒരുമിച്ച് പുറത്തു പോകുന്നു, ഭാര്യ ഭർത്താക്കന്മാരായി. ഉച്ച കഴിഞ്ഞ് 3 മണി. ആദിത്യ കാറെടുത്തു. മാളവിക ഒരു ഇളം നീല കോട്ടൺ സാരി ഉടുത്തു. കഴുത്തിൽ അവൻ കൊടുത്ത വെള്ളിമാല, കാതിൽ റോസാപ്പൂ കമ്മൽ, നെറ്റിയിൽ ഒരു ചെറിയ പൊട്ട്. ആദിത്യ കാറിൽ കയറിയപ്പോൾ അവളെ ഒന്ന് നോക്കി. എൻ്റെ പെണ്ണിനിപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒറ്റ വാക്ക്, പക്ഷെ മാളവികയുടെ മനസ്സ് നിറഞ്ഞു. താങ്ക്സ് ആദിയേട്ടാ. അതേട്ടാ, അവൾ ആദ്യമായി വിളിച്ചു. ആദിത്യയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ക്ഷേത്രത്തിലെത്തി, തൊഴുതു, പ്രദക്ഷിണം വെച്ചു. നടക്കൽ വെച്ച് ആദിത്യ അവളുടെ കൈ പിടിച്ചു. ദൈവത്തിന് മുന്നിൽ വെച്ച് ഒരിക്കൽ കൂടി പറയട്ടെ, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതും. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനും ആദിയേട്ടാ, ജീവനുള്ള കാലം വരെ. അവർ ഇറങ്ങി നടന്നു, കൈ കോർത്ത്. നാട്ടുകാർ നോക്കി നിന്നു. ആദിത്യവർമ്മ മാറിപ്പോയല്ലോ, ആ പെണ്ണിൻ്റെ സ്നേഹം. കണ്ടവർ പിറുപിറുത്തു. തിരിച്ചു പോരുന്ന വഴി. സമയം 6 മണി. സന്ധ്യ മയങ്ങുന്നു. വഴിയിൽ ആളനക്കം കുറവ്. തറവാട്ടിലേക്കുള്ള ഇടവഴി. പെട്ടെന്നൊരു ജീപ്പ് അവരുടെ കാറിന് കുറുകെ വന്ന് നിന്നു. ആദിത്യ ബ്രേക്ക് ചവിട്ടി. ആരാ ഇത്? ജീപ്പിൽ നിന്ന് 4 പേരിറങ്ങി. കയ്യിൽ കമ്പിവടികൾ, മുഖം മൂടി കെട്ടിയിരിക്കുന്നു. മാളവിക പേടിച്ച് ആദിത്യയുടെ കൈ മുറുകെ പിടിച്ചു. ആദിയേട്ടാ. ഒരുത്തൻ മുന്നോട്ട് വന്നു. ആദിത്യവർമ്മ. റിയ മാഡം പറഞ്ഞിട്ട് വന്നതാ, ഈ പെണ്ണിനെ നീ ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ. ആദിത്യയുടെ കണ്ണുകൾ ചുവന്നു. അവൻ വാതിൽ തുറന്നിറങ്ങി. റിയയോ? അവളോ? എൻ്റെ ഭാര്യ ഉപേക്ഷിക്കാൻ പറയാൻ അവളാരാ? ആദിയേട്ടാ വേണ്ട. മാളവിക കാറിൽ നിന്നിറങ്ങി അവനെ പിടിച്ചു. അവരുടെ കയ്യിൽ ആയുധമുണ്ട്. നീ കാറിൽ കയറുമാളൂ, അവൻ അലറി. ഇത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ അവർ 4 പേർ, ആദിത്യ ഒറ്റയ്ക്ക്. തല്ലു തുടങ്ങി. ആദിത്യ 2 പേരെ ഇടിച്ചു വീഴ്ത്തി. പക്ഷെ പിന്നിൽ നിന്നൊരുത്തൻ കമ്പിവടി കൊണ്ട് അവൻ്റെ തലക്കടിച്ചു. ആദിത്യ നിലത്ത് വീണു. നെറ്റിയിൽ നിന്ന് ചോരയൊഴുകി. ആദിയേട്ടാ! മാളവികയുടെ നിലവിളി അവിടെ മുഴുവൻ മുഴങ്ങി. ആ രംഗം കണ്ട് മാളവികയുടെ ഉള്ളിൽ എന്തോ പേടി, സങ്കടം എല്ലാം മാറി. പകരം ഒരു തീ, ഒരു രൗദ്രം. അവളുടെ കണ്ണുകൾ ചുവന്നു. പൂച്ച കണ്ണുകൾ കത്തി. എൻ്റെ ആദിയേട്ടനെ തൊട്ടോടാ നീ? അവളുടെ ശബ്ദം മാറിപ്പോയി. അത് മാളവികയുടെ ശബ്ദമല്ല, സാക്ഷാൽ ദുർഗയുടെ ശബ്ദം പോലെ. അവൾ നിലത്ത് കിടന്നൊരു കല്ലെടുത്തു. ഓടിച്ചെന്ന് ആദിത്യയെ അടിച്ചവൻ്റെ നേരെ എറിഞ്ഞു. കല്ലവൻ്റെ നെറ്റിയിൽ കൊണ്ടു. അവൻ അലറി വീണു. ബാക്കി 2 പേർ ഞെട്ടി. ഈ പെണ്ണോ പാവം? മാളവിക നിന്നില്ല. അവൾ അടുത്തിരുന്ന വലിയൊരു മരക്കൊമ്പെടുത്തു. എൻ്റെ ആദിയേട്ടനെ തൊടാൻ നിനക്കൊക്കെ ആരാടാ അധികാരം തന്നത്? അവൾ ഗർജിച്ചു. ഇതെൻ്റെ കലിപ്പന. അവനെ ദേഷ്യം പിടിപ്പിക്കാനും സ്നേഹിക്കാനും തല്ലാനും കൊല്ലാനും അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ, കേട്ടോടാ? അവൾ കൊമ്പ് വീശി. ഒരുത്തൻ്റെ കൈ ഒടിഞ്ഞു. അവൻ നിലവിളിച്ചോണ്ടോടി.
മറ്റേവൻ പേടിച്ചു നിന്നു. മാളവികയുടെ രൂപം. മുടി അഴിഞ്ഞു കിടക്കുന്നു. കണ്ണുകൾ തീക്കനൽ. കയ്യിൽ ചോര പുരണ്ട മരക്കൊമ്പ്. പോകുന്നുണ്ടോ? അതോ നിന്റെ കഥ ഞാൻ ഇവിടെ തീർക്കണോ? അവൾ അലറി. അവൻ ഓടി ജീപ്പിൽ കയറി സ്ഥലം വിട്ടു. മാളവിക കൊമ്പ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഓടിച്ചെന്ന് ആദിത്യയുടെ അടുത്തിരുന്നു. ആദിയേട്ടാ കണ്ണു തുറക്ക്. അവൾ അവൻ്റെ തല മടിയിലെടുത്തു വെച്ചു. സാരിത്തുമ്പ് കീറി അവൻ്റെ നെറ്റിയിലെ മുറിവ് കെട്ടി. ആദിത്യ പതിയെ കണ്ണുറന്നു. മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാളവിക. പക്ഷെ അവളുടെ മുഖത്ത് പേടിയില്ല, രൗദ്രഭാവത്തിൻ്റെ ശേഷിപ്പ്. മാളു, നിന്നെ അവർ... അവൻ്റെ ശബ്ദം ക്ഷീണിച്ചിരുന്നു. ഇല്ല, എനിക്കൊന്നുമില്ല. അവൾ തേങ്ങി. അവരുടെ ആദിയേട്ടനെ ഞാൻ സമ്മതിക്കില്ല. ആരായാലും സമ്മതിക്കില്ല. ആദിത്യയുടെ ചുണ്ടിൽ ഒരു ചിരി വന്നു, വേദനയ്ക്കിടയിലും. എൻ്റെ പൂച്ചക്കുട്ടി പുലിക്കുട്ടിയായല്ലോ. ആദിയേട്ടനെ ആരെങ്കിലും തൊട്ടാ എനിക്ക് സഹിക്കില്ല. അവൾ അവൻ്റെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു. എഴുന്നേൽക്കാമോ? ആശുപത്രി പോകാം. ആദിത്യ അവളുടെ തോളിൽ പിടിച്ച് എഴുന്നേറ്റു. നീയുണ്ടെങ്കിൽ എനിക്ക് ആശുപത്രിയും വേണ്ട, മരുന്നും വേണ്ട. രാത്രി തറവാട്ടിൽ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് തിരിച്ചുപോയി. കാര്യമായ കുഴപ്പമില്ല, ചെറിയ മുറിവ്. വല്യമ്മച്ചി മാളവികയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ, നീ ഇല്ലായിരുന്നെങ്കിൽ... ആദിത്യ കട്ടിലിൽ കിടക്കുകയായിരുന്നു. മാളവിക അവൻ്റെ അടുത്തിരുന്ന് മരുന്ന് കൊടുക്കുന്നു. വേദനയുണ്ടോ ആദിയേട്ടാ? അവൾ മെല്ലെ ചോദിച്ചു. ഇല്ല. അവൻ അവളുടെ കൈ പിടിച്ചു. നീ അടുത്തുള്ളപ്പോൾ ഒരു വേദനയില്ല. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. സത്യം പറ മാളു, നിനക്ക് പേടിയായില്ലേ? അവർ 4 പേരായിരുന്നു, കയ്യിൽ ആയുധവും. മാളവിക ചിരിച്ചു. പേടിയോ? ആദ്യേട്ടന് എന്തേലും പറ്റിയാലോ എന്നോർത്തപ്പോൾ പേടി മുഴുവൻ പോയി. ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആദ്യേട്ടനെ തൊടാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ആദിത്യ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ പൂച്ചക്കണ്ണി, നീ എത്ര മാറിപ്പോയി പെണ്ണേ. അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. മാളവിക അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചു. നിങ്ങളാണ് എൻ്റെ ലോകം ആദിയേട്ടാ. ആ ലോകം തകർക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പുറത്ത് മഴ ചാറി തുടങ്ങി. പക്ഷേ മുറിക്കുള്ളിൽ 2 ഹൃദയങ്ങൾ വീണ്ടും ഒന്നായി. അവർ വീണ്ടും സ്നേഹത്തിൽ മുങ്ങി. കലിപ്പനിപ്പോൾ ഒരു കാവലുണ്ട്, പൂച്ചക്കണ്ണുള്ള ദുർഗയുടെ കാവൽ. റിയ അറിഞ്ഞു കാണും, ആദിത്യവർമ്മയെ തൊടാൻ ഇനി അവൾ മാത്രമല്ല, അവൻ്റെ ദുർഗയും കൂടി തോൽപ്പിക്കണമെന്ന്. അത് അത്ര എളുപ്പമല്ല. 3 ദിവസം കഴിഞ്ഞു. ആദിത്യയുടെ നെറ്റിയിലെ മുറിവ് ഉണങ്ങി വരുന്നു. പക്ഷേ മാളവികയുടെ മനസ്സിലെ മുറിവ് ഉണങ്ങിയിട്ടില്ല. റിയ, അവൾ വീണ്ടും വരുമോ? എന്തേലും ചെയ്യുമോ? ആദിത്യ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ ജോലിക്ക് പോകുമ്പോൾ ഓരോ മണിക്കൂറിലും അവളെ വിളിക്കും. മാളു, എന്തെടുക്കുക? പ്രത്യേകിച്ച് ആരെങ്കിലും വന്നോ? ഇല്ല ആദിയേട്ടാ. അവൾ ചിരിക്കും. ഞാൻ ആദിയേട്ടൻ്റെ ദുർഗയല്ലേ, പേടിക്കണ്ട. അപ്പോൾ അവനും ചിരിക്കും. പക്ഷെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു, മാളുവിനെ എന്തേലും അവൾ ചെയ്യുമോ എന്ന്. റിയയെ അവനറിയാം, തോൽവി സമ്മതിക്കില്ല അവൾ. അന്ന് വൈകുന്നേരം തറവാടിൻ്റെ ഗേറ്റിൽ ഒരു കാർ വന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയത് റിയ, കൂടെ ഒരു വക്കീലും. കയ്യിൽ ഒരു പഴയ ഡയറിയും കുറച്ച് പേപ്പറുകളും. അവളുടെ മുഖത്തൊരു വിജയഭാവം. ഇത്തവണ ആദി എൻ്റേതാണ്. ആ പെണ്ണിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. റിയ നേരെ അകത്തേക്ക് കയറി വന്നു. ആദിത്യ ഹാളിലുണ്ടായിരുന്നു. മാളവിക അവന് കാപ്പി കൊടുക്കുകയാണ്. ആദി, റിയ വിളിച്ചു, ശബ്ദത്തിൽ ഒരു നാടകീയത. എനിക്ക് നിന്നോട് സംസാരിക്കണം, ഒറ്റയ്ക്ക്. ആദിത്യ എഴുന്നേറ്റു. മുഖമിരുണ്ടു. അവൻ കൈ നിവർത്തി അവളുടെ മുഖത്താഞ്ഞടിച്ചു. എന്ത് ധൈര്യത്തിലാടി ഇവിടെ വീണ്ടും കയറിയത്? ഗുണ്ടകളെ വിട്ടിട്ട് പോരാഞ്ഞിട്ടാണോ? ഇറങ്ങടി എൻ്റെ മുറ്റത്തൂന്ന്, അവൻ അലറി. ഗുണ്ടകളോ? റിയ അമ്പരന്നതുപോലെ അഭിനയിച്ചു. എനിക്കൊന്നും അറിയില്ല ആദി. ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന്. അവൾ കയ്യിലെ ഡയറി ഉയർത്തി കാണിച്ചു. ഇത് നിന്റെ അച്ഛൻ്റെ ഡയറിയാണ്, മാധവൻ തമ്പുരാൻ്റെ. ആദിത്യയുടെ പുരികം ചുളിഞ്ഞു. എൻ്റെ അച്ഛൻ്റെ ഡയറി നിന്റെ കയ്യിലെങ്ങനെ വന്നു? അത് പിന്നെ പറയാം. റിയ മാളവികയെ നോക്കി. പക്ഷെ അതിലും വലിയൊരു കാര്യമുണ്ടാതി. ഞാൻ ഗർഭിണിയാണ്. നിന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്. ഒരു നിമിഷം ലോകം നിന്നു പോയതുപോലെ. മാളവികയുടെ കയ്യിലെ കാപ്പി ഗ്ലാസ് താഴെ വീണുടഞ്ഞു. ചില്ലുകൾ ചിതറി. അവളുടെ മുഖം വിളറി വെളുത്തു. എന്ത്? ആദിത്യയുടെ ശബ്ദം അലർച്ചയായി മാറി. എന്തു നുണയാണ് നീ പറയുന്നത് റിയ? നുണയല്ല ആദി. റിയ കരയുന്നത് പോലെ അഭിനയിച്ചു. കൈ വയറ്റിൽ വെച്ചു. ഇത് നിന്റെ കുഞ്ഞാണ്. നീ മുംബൈയിൽ പോയതിൻ്റെ തലേന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ കണ്ടിരുന്നു, പഴയ കോഫി ഷോപ്പിൽ വെച്ച്. നീ മദ്യപിച്ചിരുന്നു. പിന്നെ നമ്മൾ... ആദിത്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നിർത്ത്!
ആ ദിവസം ഞാൻ നിന്നെ കണ്ടിട്ടേ ഇല്ല. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങിയതാണ്. നിനക്ക് ഓർമ്മ കാണില്ല. റിയ തേങ്ങി. നീ ഫുൾ ഡ്രിങ്ക് ആയിരുന്നു. നീ ഡയറി എന്ന് റൂമിൽ വെച്ച് മറന്നതാണ്. അല്ലാതെ എനിക്കിത് എവിടുന്ന് കിട്ടാൻ? അവൾ ഡയറി നീട്ടി. കൂടെയുള്ള ഒരു വക്കീൽ പേപ്പർ നീട്ടി. ഇത് പ്രഗ്നൻസി ടെസ്റ്റ് റിപ്പോർട്ടാണ് മിസ്റ്റർ ആദിത്യ. 6 ആഴ്ച. മാളവികയുടെ കാലുകൾ തളർന്നു. അവൾ ചുമരിൽ ചാരി നിന്നു. 6 ആഴ്ച. മുംബൈക്ക് പോകുന്നതിൻ്റെ തലേന്ന് അവളുടെ തല കറങ്ങി. അപ്പം അന്നത്തെ സ്നേഹം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞത്, മാലയിട്ട് എന്നത് എല്ലാം നുണയായിരുന്നോ? എന്നെ ചതിക്കുകയായിരുന്നോ? അവരുടെ പ്രണയ നിമിഷങ്ങൾ അവളുടെ ഉള്ളിൽ കടന്നു വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. അത് കണ്ടതും ആദിത്യയുടെ സമനില തെറ്റും പോലെ അവൻ അവളുടെ മുഖത്താഞ്ഞടിച്ചു. ആരുടെ നിർദ്ദേശം അനുസരിച്ചാടി നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതിനി ആരായാലും എന്തായാലും ഇവിടെ നടക്കില്ല. എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ച കൊന്നുകളയും ഞാൻ. അവൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ തള്ളി. വക്കീൽ അവനെ പിടിച്ചു മാറ്റി. ആദിത്യ, തനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിയമപരമായി മൂവ് ചെയ്യാം, അല്ലാതൊരു പെൺകുട്ടിയെ ഇങ്ങനെ. ആദിത്യ റിയയുടെ നേരെ ചാടി. നീ കള്ളം പറയുകയാണ്. ഞാൻ നിന്നെ തൊട്ടിട്ടേയില്ല. ആ ദിവസം ഞാൻ ഹോട്ടലിലായിരുന്നു. CCTV ഉണ്ടാകും. ഞാൻ തെളിയിക്കും. തെളിയിക്ക്? റിയ പുച്ഛിച്ച് ചിരിച്ചു. പക്ഷെ അപ്പോഴേക്കും നാട്ടുകാർ മുഴുവൻ അറിയും ആദിത്യവർമ്മയുടെ കുഞ്ഞെൻ്റെ വയറ്റിൽ വളരുന്നുവെന്ന്. ആദിയുടെ സമനില തെറ്റി. അവൻ അവളുടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു. ഇതെൻ്റെ കുഞ്ഞല്ല, എനിക്കുറപ്പുണ്ട്. നിന്റെ വയറ്റിലൊരു ജീവനുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് മാത്രം നിന്നെ കൊല്ലാതെ വിടുവാ ഞാനിത് തെളിയിക്കും. അവൾ പൊട്ടിയ ചുണ്ട് തുടച്ചു നീക്കി മാളവികയുടെ നേരെ തിരിഞ്ഞു. കേട്ടല്ലോ മാളവികെ, ആദി എൻ്റേതാണ്, എപ്പോഴും എൻ്റേതായിരുന്നു. നീ വെറും ഒരു നേരം പോക്കായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ? പാവം തോന്നിയിട്ട് കൂടെ നിർത്തിയതാണെന്ന് ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന്. എടി, ഇറങ്ങിപ്പോടി എൻ്റെ മുറ്റത്തൂന്ന്, അവൻ ഭ്രാന്തനെ പോലെ അലറി വിളിച്ചു. മാളവികയുടെ ചുണ്ടുകൾ വിറച്ചു. അവൾ ആദിത്യയെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം, നിസ്സഹായത. പക്ഷെ അവൾക്ക് കാണാൻ കഴിഞ്ഞത് കുറ്റബോധം മാത്രം. ആദിയേട്ടൻ കള്ളം പറയുകയാണ്, എന്നെ സമാധാനിപ്പിക്കാൻ. വല്യമ്മച്ചി ഓടി വന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ആരാ ഈ പെണ്ണ്? വല്യമ്മച്ചി, ഇവൾ നുണ പറയുകയാണ്. ആദിത്യ അലറി. ഞാൻ ഇവളെ തൊട്ടിട്ടില്ല. ഇതെൻ്റെ കുഞ്ഞല്ല. ആദി, റിയ അലറി. നീ ഇതെങ്ങനെ നിഷേധിക്കും? നിനക്ക് ഓർമ്മയില്ലാതെ നീ എന്നെ അന്ന് രാത്രി... എടാ, നിനക്കെങ്ങനെ കഴിയുന്നു ഇങ്ങനെ പറയാൻ? റിയ കണ്ണീരോടെ അവനെ നോക്കി. അവൻ ദേഷ്യത്തോടെ പിന്നിൽ നിന്ന് ഗണ്ണെടുത്തു. എല്ലാവരും പകച്ചുപോയി. ഇനിയും നിന്റെ നാവ് ചലിച്ചാ കൊന്നു കളയും ഞാൻ. ആദിത്യവർമ്മയാ പറയുന്നേ. റിയ ഒന്നമ്പരന്നു. അവൻ്റെ കണ്ണുകളിൽ അഗ്നി. അവൾ വക്കീലിനെ നോക്കി. നമുക്ക് ലീഗലി മൂവ് ചെയ്യാം. ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഭയം മറച്ചുകൊണ്ട് അവൾ ചാടിത്തുള്ളി പുറത്തേക്ക് നടന്നു. ആദിത്യ മാളവികയുടെ അടുത്തേക്ക് ഓടി. അവളുടെ തോളിൽ പിടിച്ചു. മാളു, നീ വിശ്വസിക്കരുത്. ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെയും... ഛേ! മാളവിക പതി അവൻ്റെ കൈ തട്ടിമാറ്റി. അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു. ആദിയേട്ടാ, അവളുടെ ശബ്ദം വിറച്ചില്ല, അതുറച്ചിരുന്നു, മരവിച്ചിരുന്നു. അത് ആദിയേട്ടൻ്റെ കുഞ്ഞാണെങ്കിൽ ഞാൻ ആർക്കും തടസ്സം നിൽക്കില്ല. മാളു! ആദിത്യയുടെ ഹൃദയം പിളർന്നു. നീ എന്താ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ നിനക്ക്? വിശ്വാസം? മാളവിക ചിരിച്ചു. ആ ചിരിയിൽ ജീവനില്ല. റിയ ചേച്ചി പറഞ്ഞത് ശരിയാണ് ആദിയേട്ടാ. ഞാൻ നിങ്ങൾക്ക് ചേർന്നവളല്ല. ഞാനൊരു ആശാരിയുടെ മോളാണ്. നിങ്ങൾ മാധവൻ തമ്പുരാൻ്റെ മകനും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ എനിക്ക് യോഗ്യതയില്ല. അവൾ തിരിഞ്ഞു മുറിയിലേക്ക് നടന്നു. മാളു, നിൽക്ക്! ആദിത്യ അവളുടെ പിന്നാലെ ഓടി. മുറിയിൽ മാളവിക തൻ്റെ സാധനങ്ങൾ എടുത്തു വെക്കുകയായിരുന്നു. ഒരു ചെറിയ ബാഗ്, അതിൽ 2 ജോഡി ഡ്രസ്സ്, അച്ഛൻ്റെ ഫോട്ടോ, അവൻ കൊടുത്ത വെള്ളിമാല. ആദിത്യ ഓടി വന്ന് കതകിൽ മുട്ടി. മാളു, വാതിൽ തുറക്ക്! നീ എന്താ ചെയ്യുന്നേ? കതക് തുറക്ക് മാളു! അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നവൻ ഭയന്നു. അവൻ്റെ മുന്നിൽ ഡോർ തുറന്നു. ഞാൻ പോകുന്നു ആദിയേട്ടാ, അവൾ കരയാതെ പറഞ്ഞു. കണ്ണുനീർ വറ്റിയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞാൻ പോകുന്നു. പൊട്ടത്തി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആദിത്യ വാതിൽ ആഞ്ഞിടിച്ചു. അതെൻ്റെ കുഞ്ഞല്ല. റിയ കള്ളം പറയുക. നീ എന്താ മനസ്സിലാക്കാത്തത്? അവളുടെ മുഖം ശാന്തമായിരുന്നു, വല്ലാത്തൊരു ശാന്തത. ആദിയേട്ടാ,
ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് പോന്നത്, അവൾ പറഞ്ഞു. നിങ്ങൾക്കൊരു അപവാദം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കുഞ്ഞ്, ആ കുഞ്ഞിന് അച്ഛനില്ലാതെ പോകാൻ ഞാൻ കാരണമാകില്ല. അവൾ ആ വെള്ളിമാല അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇതിനെനിക്ക് അർഹതയില്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയിടട്ടെ. ആദിത്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് ആദ്യമായി അവൻ നിസ്സഹായനായിപ്പോയി. മാളു, പ്ലീസ് പോകരുത്. ഞാൻ തെളിയിക്കും, ഇത് കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും. ഒരാഴ്ച നീ എനിക്ക് സമയം താ. മാളവിക അവനെ നോക്കി ചിരിച്ചു. ഒരാഴ്ച കഴിഞ്ഞാൽ സത്യം പുറത്തു വന്നാലും ആദ്യേട്ടാ, അപ്പോഴേക്കും ഞാൻ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ടാകും. നാട്ടുകാരുടെ മുന്നിൽ, വല്യമ്മച്ചയുടെ മുന്നിൽ. അതിലും ഭേദം ഞാനിപ്പോൾ പോകുന്നതാണ്. അവൾ അവൻ്റെ കാൽ തൊട്ട് വന്നിച്ചു. എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന്. എന്നിട്ടവൾ ബാഗുമായി ഇറങ്ങി നടന്നു. മാളു! ആദിത്യയുടെ നിലവിളി തറവാട് മുഴുവൻ മുഴങ്ങി. നീ പോയാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. മാളവിക നിന്നില്ല. അവൾ ഗേറ്റ് കടന്നുപോയി ഇരുട്ടിലേക്ക്. ആദിത്യ തളർന്നു വീണു, കയ്യിലെ വെള്ളിമാല മുറുകെ പിടിച്ച്. റിയ! അവൻ്റെ കണ്ണുകൾ ചുവന്നു. നീ എൻ്റെ മാളുവിനെ എന്നിൽ നിന്ന് അകറ്റിയില്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാം ആദിത്യവർമ്മ ആരാണെന്ന്. നീ കളിച്ചത് ആദിത്യയോടാണ്. അവൻ്റെ കണ്ണുകളിൽ അഗ്നി തെളിഞ്ഞു. പുറത്ത് ഇടി മുഴങ്ങി. മഴ പെയ്യാൻ തുടങ്ങി. കലിപ്പൻ്റെ ഉള്ളിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പോകുന്നു. പക്ഷെ അവൻ്റെ പൂച്ചക്കണ്ണി അവൾ എവിടെ പോയി? മഴയത്ത്, ഇരുട്ടത്ത്, ഒറ്റയ്ക്ക്.